അങ്ങനെ മൂക്കുത്തലിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ അടുത്ത ചടങ്ങിലേക്ക് കടക്കാൻ കേട്ടോ. വേറൊന്നുമല്ല, ഫുഡ് അടി തന്നെ. അതാണല്ലോ നമുക്കൊക്കെ മെയിൻ. വേറെ ഇങ്ങോട്ടല്ല പോകുന്നത്, നമ്മുടെ ഒറ്റക്കാലത്ത് പുതിയതായിട്ട് സൈഡ് ലബൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോയത്. ഞങ്ങൾ ആരും തന്നെ ഇതുവരെ സൈഡ് ലബൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വീറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും നമുക്കിങ്ങനെ ക്രേവിങ്സ് വന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ട് നമുക്കിങ്ങനെ ഡെലീഷ്യസ് ആയിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിടയ്ക്കെങ്കിലും ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മളത് ട്രൈ ചെയ്തല്ലേ പറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. ഈ സംഭവം ഉണ്ടല്ലോ, ചീസ് ബോംബ്, ഓ മൈ ഗുഡ്നെസ്, ശരിക്കും പറയാമല്ലോ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. ഞാൻ അങ്ങനെ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും പറയുന്നത് പെട്ടെന്ന് നമുക്ക് മട്ടിച്ച് പോവും, ഭയങ്കര മധുരമാണ് അങ്ങനെ. പക്ഷെ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. ഈ സംഭവം എനിക്ക് ഭയങ്കര പാകമായിട്ടാണ്, മധുരമെല്ലാം ഭയങ്കര കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. ഈ റിയാക്ഷൻ ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഗൈസ്. ശരിക്കും അടിപൊളി സാധനമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായിരുന്നു ഈ ചീസ് ബോംബ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇനി ഒരിക്കൽ കൂടെ സൈഡ് ലബൺ പോവുകയാണെങ്കിൽ എന്തായാലും ഞങ്ങളത് മിസ് ചെയ്യാതെ ഒന്നുകൂടെ ട്രൈ ചെയ്യും. അത്ര അടിപൊളി. അതിൻ്റെ ചോക്ലേറ്റ്സും എല്ലാം അത്രയും നൈസായിരുന്നു. ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കത് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു മാംഗോ സലാങ്കട്ടി അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, അങ്ങനെയാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്നാണ് എൻ്റെ ഒരു അറിവ്. സോ അതാണ് പിന്നീട് ഞങ്ങൾ ട്രൈ ചെയ്തത് കേട്ടോ. പക്ഷേ അതിൽ മാംഗോസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ് മാംഗോസ് ആയിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് അത്ര ഒരു ക്രീം അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ചേച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, കാരണം അവരൊക്കെ മാംഗോ ഫാൻസാണ്. ബട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ സിറപ്പാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് അത് 2 സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മടുത്തതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ചീസ് ബോംബ് എനിക്ക് പിന്നെയും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ സംഭവം ഇങ്ങനെ 1-2 സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ മടുത്തു തുടങ്ങി. പിന്നെ എല്ലാം കൂടെ ഞങ്ങളുടെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അവളാണ് കേട്ടോ ഫുൾ ടബ് ഇങ്ങനെ വൃത്തിയാക്കി തുടച്ച് കഴിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ അവൾ ഫുൾ അതിരുന്ന് കഴിച്ച് തീർത്തു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും സൈഡ് ലബൺ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് അവിടുത്തെ ചീസ് ബോംബ് ട്രൈ ചെയ്യണം. അത് അത്ര അടിപൊളി സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി.